ഹായ് ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ഗ്രേപ്പ് ജ്യൂസ് പരിചയപ്പെടാമേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ മുന്തിരി, കറുത്ത മുന്തിരിയാണ്, കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മുന്തിരിയേക്കാളും കുറച്ച് പൊങ്ങി നിൽക്കണം വെള്ളം. അത്രയും വെള്ളം ഒഴിച്ച് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ തിളപ്പിച്ചെടുത്ത് ജ്യൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചേക്കാം. പിന്നെ അതുപോലെ ഈ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ കുട്ടികൾക്കും കൊടുക്കാം. അങ്ങനെ ചുമയൊന്നും വരില്ല. അല്ലാതെ നമ്മൾ മുന്തിരി കഴിക്കുന്ന സമയത്ത് കൊച്ചുമക്കൾക്കൊക്കെ ചുമയുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷേ ഇത് ജ്യൂസ് മുന്തിരി അല്ലായിരുന്നു, ഇതിൽ കുരു ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുക്കുന്നത്. ജ്യൂസ് മുന്തിരി ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് തോട് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഈ പരുവമായി. ഇനി നമുക്കതിനെ ഒന്ന് ഇറക്കി വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒരു തുണിയിൽ കെട്ടിയിട്ടൊന്ന് അരിച്ചെടുത്താലും മതി. ഞാനിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുരു ഇനി പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് തന്നെ ഇതുപോലെ ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്നാകുമ്പോഴത്തേക്കും ആ കുരു ഇതിൽ കയറി വരില്ല. അങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ കുരു എല്ലാം അടിയിലാവും. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. എൻ്റെ ഈ വീഡിയോ കാണുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. കൂടെ തന്നെ കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു കുപ്പിയിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ, ചെറിയ തണുപ്പ് മതി പിള്ളേർക്ക് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും. ഇതിൽ പിന്നെ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട, ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഇതിൽ വേറെ കളറോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.